ഹായ്, നമ്മൾ നഴ്സറികളിൽ നിന്നും വാങ്ങുന്ന ചെടികൾ അതുപോലെ കൊണ്ടുവന്ന് നമ്മളെ വീടുകളിൽ നടരുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അങ്ങനെ നടരുത് എന്ന് പറയാൻ കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് ഫുള്ള് കണ്ടാൽ മനസ്സിലാവും. ഞാനൊരു 4 മാസം മുമ്പ് നഴ്സറിയിൽ നിന്നും വാങ്ങിച്ച കുംക്വാറ്റ് ഓറഞ്ച്, ഇസ്രായേൽ ഓറഞ്ച്, അത് നട്ടിട്ട് 4 മാസം കഴിഞ്ഞു. അതിന് പുതിയ ഇലകൾ വരികയോ ഒരു ഉഷാറോ ഇല്ലാത്തത് കൊണ്ട് ആ 4 മാസത്തിന് ശേഷം ഞാനത് ഫുള്ളായിട്ട് ഇളക്കി മാറ്റി നോക്കിയപ്പോൾ കണ്ടത് അതിൻ്റെ വേര് എങ്ങോട്ടും പോയിട്ടില്ല. ആ നഴ്സറിക്കാരുടെ പാക്കറ്റിലുള്ള പശ പോലുള്ള ചളിയാണ് അതിന് കാരണം. ആ ചളി ഫുള്ളായിട്ട് ഞാൻ ഇളക്കി മാറ്റി. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുള്ള് ചളിയാണ്, പശ പോലുള്ള ചളി. അതിന് വേര് എങ്ങോട്ടും പോയിട്ടില്ല. ആ ചളി ഫുള്ളായിട്ട് ഞാൻ ഇളക്കി മാറ്റി പുതിയ ചട്ടിയിലോട്ട് പുതിയ വളക്കൂട്ടുണ്ടാക്കി അതിലേക്ക് വെക്കുന്ന വീഡിയോയാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എല്ലുപൊടിയും ചകിരിച്ചോറും ആട്ടുംകാട്ടവും മണ്ണും മണലും കൂടിയിട്ട് മിക്സാക്കിയിട്ടാണ്. അത് നല്ലോണം വേരോട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മണലും മണ്ണും കൂടിയൊക്കെ മിക്സ് ചെയ്തത്. എന്നിട്ട് അത് പുതിയ ചട്ടിയിലോട്ട് വെച്ച് നല്ല വിധത്തിൽ മണ്ണൊക്കെ മിക്സ് ചെയ്ത് കൊടുത്ത് വളങ്ങളൊക്കെ കൊടുത്ത് വെച്ചപ്പോൾ അത് നല്ല ഉഷാറായി. ചെടിക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട് ചെടി, നിങ്ങൾക്കത് കാണാൻ പറ്റും. അതുകൊണ്ട് ആരും തന്നെ നഴ്സറികളിൽ നിന്ന് എന്ത് ചെടി വാങ്ങിച്ചാലും അവരുടെ ആ ചളി, നഴ്സറിക്കാരുടെ ആ പാക്കറ്റിലുള്ള ചളി ഇളക്കി മാറ്റുക, എന്നിട്ട് വെക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ ചെടിക്കൊരു ഉഷാറോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതുപോലെ ഇളക്കി മാറ്റിയിട്ട് വേറെ റീപ്ലാന്റ് ചെയ്യേണ്ടി വരും. അതിൽ ചിലപ്പം വേരുകൾക്ക് കേടുവരും. അതിനൊക്കെ ഒരു കാരണമാകും. അങ്ങനെ നമ്മളെ ചെടി മോശമായി പോകും. അതുകൊണ്ട് എല്ലാവരും പുതിയ പ്ലാന്റ് വെക്കുന്നവർ, നഴ്സറികളിൽ നിന്ന് വാങ്ങിച്ച് വെക്കുന്നവർ ആദ്യം അതിൻ്റെ ചളി ഫുള്ളായിട്ട് മാറ്റേണ്ട, കുറച്ച് എടുത്ത് മാറ്റി കളയുക.